إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നേരെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. സൂറത്തു ഖാഫ് അതിൻ്റെ ആദ്യത്തെ വചനം അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ്. അതിൽ ഖാഫിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വൽ ഖുർആനിൽ മജീദ്. അതിൽ വാവ്, അത് വാവുൽ ഖസം എന്നാണ് പറയാ. ആണയിടാനുള്ള, സത്യം ചെയ്യാനുള്ള അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ് വാവ്. അതുപോലെ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. ബാ ഉണ്ട്, താ ഉണ്ട്. സത്യം ചെയ്യാൻ വേണ്ടി പറയാം വല്ലാഹി, അല്ലാഹു ആണ. അല്ലാഹു ആണ എന്ന് മലയാളം പറഞ്ഞാൽ അല്ലാഹു തന്നെ സത്യം എന്നാണ്. ആണ എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ബില്ലാഹി എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ് കിട്ടുക. അല്ലാഹു തന്നെയാണ്, അല്ലാഹു തന്നെ സത്യം. അതേ അർത്ഥത്തിൽ തന്നെയാണ് തല്ലാഹി. ഇത് മൂന്നും ഹുറൂഫു ജർറിൻ, ഖാഫിളത്തുകളാണ്. അതിനുശേഷം വരുന്ന നാമത്തിന് ജർറ് കൊടുക്കുന്ന ഹർഫ് ജർറാണ് ഇത് മൂന്നും. വാവ്, ബാ, താ. അല്ലാതെ വൽ ഖുർആനിൽ മജീദ് എന്ന് പറയുമ്പോൾ അവിടെ അത് അത്ഫിനുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഖസമിന്റെ വാവ് അത് ഹർഫ് ജറായത് കൊണ്ടാണ് അൽ ഖുർആനി എന്നുള്ളത് മജ്റൂറായി കസ്റത്ത് അവിടെ കാണുന്നത്. മജ്റൂറാണ്. അതുകൊണ്ട് അതിന്റെ അന്ത്യാക്ഷരത്തിന് ഖുർആൻ എന്ന് പറയുന്നതിന്റെ അവസാന അക്ഷരത്തിന് കസ്റ് കാണും. അപ്പൊ ഖുർആൻ തന്നെ സത്യം. പിന്നെ ആ ഖുർആനിന് ഒരു നഅത്ത് വെച്ചു കൊടുത്തു. ആ ഖുർആൻ അൽ മജീദ്, ഒരു അഡ്ജക്റ്റീവ് വെച്ചു കൊടുത്തു. മജീദായ ഖുർആനാണ്. ഇങ്ങനെ അറബിയിൽ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് തരത്തിലുള്ള ഹുറൂഫുകൾ ഉപയോഗിക്കും. അവയെല്ലാം ആ മൂന്ന് ഹർഫുകളും ജറിന്റെ ഹർഫുകളാണ്. ഇനി നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്, സാധാരണഗതിയിൽ അത് വിശദീകരിക്കുമ്പോൾ സത്യം ചെയ്തു, സത്യം എന്നതിന് ഖസമുൻ എന്നാണ് പറയാ. ആ ഖസമ് എന്ന് പറയുന്നത് അൽ ഖാഫു വസ്സീനു വൽ മീമു. ഈ മൂന്നക്ഷരങ്ങൾ സാധാരണഗതിയിൽ ആ മൂന്നക്ഷരം കൊണ്ടുണ്ടാകുന്ന ക്രിയക്ക് ഭാഗിച്ചു
എന്നാണ് അർത്ഥം വരിക. ഖസമ യഖ്സിമു അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. നിന്റെ റബ്ബിന്റെ റഹ്മത്ത് ഓരിച്ചു കൊടുക്കണ പണി അവർക്കാണോ, അത് അള്ളാഹ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഖസമ യഖ്സിമു. അതിനെ ആ ഖസമ യഖ്സിമു എന്ന് പറയുന്ന മൂന്നക്ഷര ക്രിയയെ ഒരക്ഷരം അതിലേക്ക് കൂട്ടിയിട്ട് സുലാസി മസീദ് അഫ്അല വസനിലേക്ക് മാറ്റിയാൽ അഖ്സമ എന്ന് പറഞ്ഞ അർത്ഥം പറ്റ മാറി. പിന്നെ ഓഹരി വെക്കലല്ല, പിന്നെ സത്യം ചെയ്യലാണ്. അഖ്സമ യുഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വായിക്കുമ്പോ യുഖ്സിമു തആല ബിൽ ഖുർആനിൽ മജീദ് എന്ന് തന്നെ വായിക്കണം, യഖ്സിമു എന്ന് വായിക്കരുത്. അഖ്സമ യുഖ്സിമു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് അഖ്സമ ബി, ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിപ്പോസിഷൻ ഏത് ചേർക്കണം എന്നുള്ളത്. എല്ലാ ഭാഷയിലും നേറ്റീവ് അല്ലാത്ത ആളുകൾ അവർക്ക് ഇടറിപ്പോകുന്ന തെറ്റിപ്പോകുന്ന ഒരു കാര്യം പ്രിപ്പോസിഷൻ ചേർക്കുന്നതാണ്. അഖ്സമന്റെ കൂടെ പ്രിപ്പോസിഷൻ വരെ ബ ആണ്. എന്ത് മുൻനിർത്തിയിട്ടാണോ സത്യം ചെയ്യുന്നത് അതിന്റെ മുന്നിൽ ബാ ചേർത്ത് കൊടുക്കണം. യുഖ്സിമു അഖ്സമ യുഖ്സിമു, അതിന്റെ ഫാഇല് അല്ലാഹു തആല, യുഖ്സിമു തആല. അതിൽ അല്ലാഹ് എന്നുള്ളത് മഫ്ഹൂമായതുകൊണ്ട് മഹ്ദൂഫാണ്. അണ്ടർസ്റ്റുഡ് ആയപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്യുകയാണ്. എന്ത് കൊണ്ടിട്ടാണ് അല്ലാഹ് സത്യം ചെയ്യുന്നത്? ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടിട്ട്. യുഖ്സിമു, യഖ്സിമു പറഞ്ഞ അർത്ഥം മാറി, ഒരു എന്നാവും. യുഖ്സിമു തആല ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടാണ് അല്ലാഹ് സത്യം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, സത്യം ചെയ്യുന്നതിന് ചില നിയമങ്ങളൊക്കെ ശറഇൽ അല്ലാഹ് വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ അവന്റെ സൃഷ്ടികളായ നമുക്കാണ് ബാധകം. അള്ളാഹ്ക്ക് അള്ളാഹ് അങ്ങനെ നിയമങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് ഇങ്ങനെയുള്ള പലതുകൊണ്ടും സത്യം ചെയ്യും. അവന്റെ സൃഷ്ടികളെ തന്നെ പലതിനെയും പിടിച്ച് സത്യം ചെയ്യും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ് വൽ വത്ർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത്തൂർ വകിതാബിൻ മസ്തൂർ, ദിനേന എന്നോണം കാണുകയും കേൾക്കുകയും നമ്മുടെ അറിവിലും അനുഭവത്തിലും വരികയും ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ചിലപ്പോൾ അള്ളാഹു അവയെ മുൻനിർത്തി സത്യം ചെയ്യാറുണ്ട്. മനുഷ്യന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാനും മനുഷ്യൻ എത്രത്തോളം അശ്രദ്ധമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടായിരിക്കണം അള്ളാഹ് ഇങ്ങനത്തെ പല സൃഷ്ടികളെ കുറിച്ചിട്ടും. ഇവിടെ ഖുർആനെ സൃഷ്ടിയ എന്ന അർത്ഥത്തിലല്ല തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഫജ്ർ, ലയാലിൻ അശ്ർ, തൂർ, ഇങ്ങനെയുള്ള പലതിനെയും പിടിച്ച് സത്യം ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുള്ളത് അവന്റെ വചനം മുൻനിർത്തി തന്നെയാണ്. ബിൽ ഖുർആൻ, ഖുർആൻ എന്നും കിതാബ് എന്നും പേരുണ്ട്. ഖറഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിമഅന മഖ്റൂ, കിതാബ് എന്ന് പറഞ്ഞ ബിമഅന മക്തൂബ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ മത്ലൂവാണ്, മഖ്റൂ ആണ്, വായിക്കാനുള്ളതാണ്, വായിക്കപ്പെടാറുള്ളതാണ്, വായിക്കേണ്ടതാണ്. ഏറ്റവും അധികം വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഏറ്റവും അധികം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വായിക്കാവുന്ന തരത്തിൽ അത് വായിക്കണമെങ്കിൽ അതിന് ശബ്ദം വേണം. ശബ്ദത്തിലാണ് വായന നടക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ബിസ്സൗത്ത്, അത് അതിൽ നിന്ന് തന്നെ കിട്ടും. ഖുർആൻ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ തന്നെ അതിലുണ്ട് അന്നഹു തആല അൻസലഹു ബിസ്സൗത്ത്. അല്ലാഹു അത് ശബ്ദത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം അത് ഖുർആനാണ്, മഖ്റൂ ആണ്, മത്ലൂവാണ്. അത് കിതാബാണ്, അത് മക്തൂബാണ്, ബിമഅന മക്തൂബ്, അത് ഉല്ലേഖനം ചെയ്തു വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ
ഖുർആനെ കുറിച്ച് കിതാബ് എന്ന് പറയുമ്പോൾ ആ ഒറ്റ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അൻസലഹു ബിസൗത്തിൻ വഹർഫിൻ, അക്ഷരങ്ങളുമായിട്ട്, ശബ്ദവുമായും അക്ഷരങ്ങളുമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതാണ് അഹ്ലുസുന്ന ഖുർആനെ കുറിച്ച് വിശ്വസിക്കുന്നത്. അപ്പോ എന്നിട്ട് ഖുർആന് കൊടുത്തിട്ടുള്ള അൽ മജീദ്, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ മജീദ് നമുക്കറിയാം. ഖുർആനെ കുറിച്ച് നമ്മള് ഒരു ബിബ്ലിക്കൽ സ്റ്റൈലിലാണ് വിശുദ്ധ ഖുർആൻ എന്നാ പറയാം. അങ്ങനെയൊന്നുമല്ല. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ മജീദ് അല്ലെങ്കിൽ കരീം എന്നൊക്കെയാണ്. ഖുർആനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് മജീദ്, കരീം എന്നൊക്കെയുള്ള വിശേഷണമാണ്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ വിശുദ്ധം, ഖുർആൻ വിശുദ്ധമല്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയണത്. പക്ഷെ അതിനോട് ചേരുന്ന അല്ലെങ്കിൽ നമ്മൾ ചേർക്കേണ്ട വിശേഷണം യഥാർത്ഥത്തിൽ മജീദോ കരീമോ ആണ്. അപ്പൊ ഈ മജീദ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല, സത്യത്തിൽ അറിയില്ല. അബ്ദുൽ മജീദ് എന്ന് പറയുമ്പോൾ മജീദ് എന്ന് അള്ളാഹ്ക്കൊരു പേരുണ്ട്. അതിന് നമ്മൾ മജീദ് എന്ന് വിളിക്കുന്ന ഒരു വിവരമല്ലാതെ എന്താണ് മജീദ് എന്നുള്ളത് അത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് മജിദ് എന്നുള്ള വാക്ക്, ആ മൂന്നക്ഷരം മനസ്സിൽ വരണം. മീമ് ജീമ് ദാല്, മജിദ്. ആ മജിദിന്റെ അർത്ഥം എന്താണ്? ബിൽ ഖുർആനിൽ മജീദി എന്ന് പറഞ്ഞിട്ട് ഇനി അത് വായിക്കേണ്ടത് ശ്രദ്ധിക്കുക. വസീഇൽ മആനി അളീമിഹ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്ത്. എന്ന് പറഞ്ഞ അഥവാ, അതായത്. വസീഉൽ മആനി, വസീഉ എന്ന് പറഞ്ഞാൽ വിപുലവും വിശാലവുമായതിനാണ് വസീഉ എന്ന് പറയാം. വാസിഅ, റോഡിനെ കുറിച്ച് പറയും റോഡ് തരീഖ് വാസിയാണ് എന്ന് പറയും, വിശാലാണ്. നമ്മൾ താമസിക്കുന്ന റൂം വാസിയത്താണ്, വിശാലാണ് എന്ന് പറയും. അപ്പോ ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശാലമായ ആശയം, വിപുലമായ ആശയം. മഅന എന്നതിന്റെ ബഹുവചനാണ് മആനി. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ വിപുലവും വിശാലവുമാണ്. ഖുർആനില് ഒരുപാട് ആശയങ്ങളുണ്ട്. ഒന്ന് അതിന്റെ വാച്യാർത്ഥം എന്ന് പറയും, അതിന്റെ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അർത്ഥം. പിന്നെ അതിന്റെ വ്യംഗ്യാർത്ഥമുണ്ട്, അത് സൂചിപ്പിക്കുന്നത്, വ്യഞ്ജിപ്പിക്കുന്നത്, അതിന്റെ വ്യംഗ്യാർത്ഥം. അതിനെ നമ്മൾ ലക്ഷ്യാർത്ഥം എന്ന് പറയും. പിന്നെ അതിൽ ഒരുപാട് തരത്തിലുള്ള ധ്വനികൾ വേറെ വന്നിട്ടുണ്ടാവും. പിന്നെ അതിന്റെ നേരെ വാക്കിൽ നിന്ന് കിട്ടുന്ന അതിന് മഫ്ഹൂം മുവാഫഖ എന്ന് പറയും. അതിന്റെ റിവേഴ്സ് മീനിങ് മഫ്ഹൂം മുഖാലഫ ഉണ്ടാകും. പിന്നെ വാക്ക് മാത്രമല്ല, ഈ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ വാക്യഘടനയിൽ നിന്ന് വന്നു ചേരുന്ന ദ്വിതീയവും തൃതീയവുമായിട്ടുള്ള സെക്കൻഡറി ആയിട്ടുള്ളതും അതിനപ്പുറത്തേക്ക് പോകുന്നതുമായ ഒരുപാട് ആശയങ്ങൾ അങ്ങനെ ഓരോ അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുന്ന അയാള് ഒരു തെങ്ങിന്റെ മുകൾക്ക് കയറുന്നത് പോലെയാണ്. എത്രത്തോളം അയാൾ പഠിച്ച് മുകളിലേക്ക് കയറുന്നുവോ അത്രത്തോളം അയാളുടെ കാഴ്ച, അത് അയാളുടെ ദൃഷ്ടിയുടെ ചക്രവാളം അത് വികസിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര തവണ വായിക്കുന്നു അത്രത്തോളം ഇതിന്റെ ആശയങ്ങളുടെ ചക്രവാളം വികസിച്ചു വരും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരിക്കൽ വായിച്ചു രണ്ടാമത് വായിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അതിൽ ആശയങ്ങൾ അള്ളാഹു വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. സാധാരണ ഒരു ഗ്രന്ഥം നമുക്ക് പലതവണ ഒന്നും വായിക്കാൻ കഴിയില്ല. 1, 2, 3 തവണയൊക്കെ മാക്സിമം വായിക്കുമായിരിക്കും. പിന്നെ അത് മടുപ്പ് തോന്നും, പിന്നെ അതവിടെ വെക്കും. എന്നാൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല അധ്യായങ്ങളും നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി ആവർത്തിക്കുന്നുണ്ട്. അതൊരു തദബ്ബറോടുകൂടി നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആശയങ്ങളുടെ പുതിയ പുതിയ മേഖലകൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ, മജീദ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന, അതിലൊരുപാട് മഅനകൾ എന്നും ആ മഅനകൾ വസിയ, വിപുലവും വിശാലവുമാണ് എന്നുമാണ് അതിന്റെ അർത്ഥം. അളീമിഹ, ആ ആശയങ്ങൾ, ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതും മഹത്തരവുമാണ്.
അപ്പോ ഈ രണ്ടുകൂടി കൂട്ടിച്ചേർക്കണം. വസിയും അലീമും കൂടി കൂട്ടിച്ചേർക്കണം. ഒന്ന് ഖുർആനിൽ മആനികളുണ്ട്. ആ മആനികൾ വസിയുമാണ് അലീമുമാണ്, വിപുലവും വിശാലവുമാണ്, വലുതും മഹത്തരവുമാണ്. പിന്നെ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്ത്. ഖുർആനിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമുഖമാണ്. കസീർ, ഇതൊക്കെ ഞാൻ ജർറ് കൊടുത്ത് വായിക്കണതിന്റെ അർത്ഥം മനസ്സിലായോ? ബിൽ ഖുർആനിൽ മജീദി, അതിന്റെ അസുല് വരുന്നത് ആ ബാവുമെന്നാണ്. കസമുക്കിന്റെ ബാവ് വന്നപ്പോ ഖുർആനിന് ജർറ് കിട്ടി. അപ്പൊ അതിന് നഴുത്ത് കൊടുത്ത മജീദിനും എന്തുവാണ്? താബിയാണ്. അതിനും ജർറ് കിട്ടി. അത് കിട്ടിയപ്പോ അതിന്റെ ബദലായിട്ട്, അതിന്റെ ബയാനായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതന്നെ കൊടുക്കണം. മനസ്സിലായോ? വസീഉൽ മആനി അളീമിഹ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്ത്. അതിൽ ആശയങ്ങളുണ്ട്. ആശയങ്ങളൊക്കെയാണ് വസിയാണ്, വിപുലമാണ്, അത് വിശാലമാണ്. അത് അളീമിഹ, ആ ആശയങ്ങളൊക്കെ വലുതും മഹത്തരവുമാണ്. വലിയ വലിയ ആശയങ്ങളാണ്. വലുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതർത്ഥത്തിൽ? മഹത്തരം, മഹത്തായിട്ടുള്ള ആശയങ്ങളാണ്. പിന്നെ കസീരിൽ വുജൂഹ്, കസീരിൽ വുജൂഹ് ബഹുമുഖമാണ്. ഒരു തലത്തിലല്ല, പല തലങ്ങളിലാണ് ഖുർആനിന്റെ മഅനകളെ അള്ളാഹു അതിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ അതിനാണ് നമ്മൾ പറയാ കസീറുൽ വുജൂഹ്, ബഹുമുഖമായ ആശയങ്ങൾ അതിലുണ്ട്. ഇപ്പൊ ഒരായത്ത് പറയുമ്പോ ആ ആയത്തിന് തന്നെ ചിലപ്പോൾ അതിലൊരു ഖബർ ഉണ്ടാകും, ഒരു വൃത്താന്തം ഉണ്ടാകും, അതിൽ ഒരു ഇബറത്തുണ്ടാകും, ഗുണപാഠമുണ്ടാകും. അതിൽ നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ടാകും, അതിൽ നമ്മളോട് ചില കാര്യങ്ങൾ അരുത് എന്ന് പറയുന്നുണ്ടാകും, അതിൽ നമ്മളോട് ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടാകും, അതിൽ ചിലപ്പോ നമ്മളെ താക്കീത് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കസീറുൽ വുജൂഹ്. അത് അതിനെക്കുറിച്ച് തദബ്ബുർ നടത്തുമ്പോഴാണ് ഓരോന്ന് തെളിഞ്ഞു വരിക. കസീറുൽ വുജൂഹ് കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്ത്. അതിലെ ബറക്കത്തുകൾ, അധികരിച്ച ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഉള്ളതാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത, അതിന്റെ ആശയങ്ങളുടെ പ്രത്യേകത. ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാ റാ കാഫ്, അതിന്റെ മഅന എന്ന് പറഞ്ഞാൽ അൽ ഖൈറു അൽ ആമു അദ്ദായിമു. ഏതൊരു ഖൈർ, ഒന്ന് ഖൈറായിരിക്കണം, ആത്യന്തികമായി ഗുണം ചെയ്യുന്നതായിരിക്കണം. ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിനാണ് ബർക്കത്ത് എന്ന് പറയാം. ദുനിയാവിലോ പരലോകത്തോ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തുമോ നമുക്ക് ഗുണം കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുന്ന ആ ഗുണം അതെന്തായിരിക്കണം? ആമായിരിക്കണം. ഒരാൾക്ക് കിട്ടിയാൽ പോരാ, അത് ആമായിരിക്കണം. എല്ലാവർക്കും കിട്ടുന്നതിനാണ് ബർക്കത്ത് എന്ന് പറയാം. പൊതുവായിട്ടുള്ളതാകണം. അത് ദായിം, അറ്റുപോകാതെ തുടർന്നു പോകുന്ന, നിലച്ചു പോകാതെ നിലനിൽക്കുന്ന, അനുസ്യൂതം നിലനിൽക്കുന്ന ആ സ്വഭാവമുള്ള ഖൈറുകളാണ്. അപ്പൊ ഖുർആൻ നമുക്ക് തരുന്ന ആ മഅനകൾ, അത് അള്ളാഹു അനുഗ്രഹമാണ്, നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്, ഖൈറുകളാണ്. ആ ഖൈറ് അമീം, ദായിം, അത് വളരെ എല്ലാവർക്കും വ്യാപകമായി കിട്ടുന്നതും അതുപോലെ ഇടമുറിയാതെ നിലച്ചു പോകാതെ നിരന്തരം ലഭിക്കുന്നതുമായ ഖൈറാണ്. അങ്ങനെയുള്ള കസീറുൽ ബറകാത്ത്, ബർക്കത്തുകൾ ധാരാളമുള്ള, അധികരിച്ച ബർക്കത്തുകളുള്ള കാര്യങ്ങളാണ്, മഅനകളാണ് ഖുർആനിലുള്ളത്. ജസീലിൽ മബറാത്ത്, ജസീലി അൽ മബറാത്ത്. ജസീൽ എന്ന് പറഞ്ഞാൽ സമ്പന്നമായ, സമ്പുഷ്ടമായ, സമ്പന്നം, സമ്പുഷ്ടം. മബറത്ത് എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ, ബിർറ്. നിങ്ങൾക്കറിയാലോ, ഉമ്മാക്കും വാപ്പാക്കും ബിർറ് ചെയ്യണം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്നൊക്കെ പറഞ്ഞ ബിർറ്, അത് തന്നെയാണ് മബറത്ത്. അതിന്റെ വസ്തുർ മീമിയാണ്. അതിന്റെ പിന്നെ ഒന്നെടുത്തപ്പോ താഴ് ചേർത്തു, അതിനെ ബഹുവചനാക്കിയപ്പോ മബറാത്തായി. പുണ്യങ്ങൾ, സമ്പന്നമായ, സമൃദ്ധമായ, സമ്പുഷ്ടമായ
സമ്പന്നമായ സമൃദ്ധമായ സമ്പുഷ്ടമായ പുണ്യങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഖുർആൻ അതാണ്. അതുകൊണ്ട് നബി പറഞ്ഞു, ഒരു അലിഫ്ലാമീൻ പറഞ്ഞാൽ നിങ്ങളത് ഒരു അക്ഷരം എന്ന് കരുതണ്ട, അത് 3 അക്ഷരാണ്. അലിഫുൻ ഹറഫ് വമീമുൻ ഹറഫ് ലാമുൻ ഹറഫ് വമീമുൻ ഹറഫ്. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി കൂലിയെങ്കിലും ഉണ്ട്. അത് ചിലപ്പോൾ 10 നിൽക്കൂല, 700 ഇരട്ടി വരെ കിട്ടും. അത് ആ വചനം ചൊല്ലുന്ന ഒരാളുടെ ഈമാനിനനുസരിച്ചും അയാളുടെ ത്യാഗ മനോഭാവത്തിനനുസരിച്ചും അതിന്റെ പ്രതിഫലം അങ്ങനെ ഇരട്ടിയായി കിട്ടും. അപ്പൊ അതിന്റെ മബറത്തിന്റെ ആ സമ്പന്നത, അതിന്റെ സമൃദ്ധി, അതിന്റെ സമ്പുഷ്ടത അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ജസീലിൽ മബറാത്ത് ഞാൻ പറഞ്ഞത് അതേമാതിരി തലയിൽ പിടിച്ചു വെക്കണം. ആ ഇബാറത്ത് തെറ്റാതെ അതേമാതിരി വായിക്കാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കണവരുണ്ടാവും, ഏറെക്കുറെ ആശയം കിട്ടും. പക്ഷെ അതിന്റെ കൃത്യ ആശയം കിട്ടണമെങ്കിൽ ആ ഹർക്കത്തോടു കൂടി തന്നെ വായിക്കണം. തന്നെ മനസ്സിലാവുണ്ടോ? അതാണ് ഇഅ്റാബിന്റെ പ്രത്യേകത. യുഖ്സിമു തആല ബിൽ ഖുർആനിൽ മജീദ് ഐ വസീഇൽ മആനി അളീമിഹാ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്തി ജസീലിൽ മബറാത്തി. അപ്പൊ മജീദിന്റെ അർത്ഥം കിട്ടി. ഇത്തരം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ, അതിലെ വാക്കുകളൊക്കെ അദ്ദേഹം ഉപജീവിക്കുന്നതാണ്. ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, മറ്റു ആസാറുകളിൽ നിന്ന് അദ്ദേഹം എടുക്കുന്ന, അത് അവിടെ ആയത്തും ഹദീസും ഇങ്ങനെ ഉദ്ധരിക്കൂല, പക്ഷെ അതിൽ നിന്ന് മൂപ്പർ പെറുക്കി കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് മൂപ്പർക്ക് ഇങ്ങനത്തെ നല്ല നല്ല വാക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡെഫിനിഷൻ സ്വഭാവം ഉണ്ടാവുക, നിർവചന സ്വഭാവത്തിലാണ് ഇത് പോവുക. മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞ നമ്മള് എന്ത് ചെയ്യാണ്, ബസ്ത് വിശാലമായ വായന ഉദ്ദേശിക്കാതെ അതിനെ സംക്ഷിപ്തമായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാഫിയായ തഫ്സീർ ഇതായിരിക്കും. ഇതിൽ ഈ വന്ന വാക്കുകളൊക്കെ നിങ്ങൾ ആസാറുകളിൽ കാണും. മൂപ്പര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വാക്കുകൾ കുറവാണ്, ഒക്കെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഖുർആൻ മജീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ആശയ സമ്പന്നമാണ്. അതിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസിയാണ്, അദീമാണ്. അത് കസീറുൽ വുജൂഹുള്ളതാണ്, കസീറുൽ ബറകാത്താണ്, ജസീലുൽ മബറാത്താണ്. എന്നിട്ട് അവിടെ കൊണ്ടായില്ല. വൽ മജിദു, ഇനി അദ്ദേഹം മജിദിനെ വിശദീകരിച്ച് തരികയാണ് ഒന്നും കൂടെ. സഅത്തുൽ ഔസാഫി വഅളമതുഹ. മജിദ് എന്ന് പറയുന്നത് ഏതൊന്നിന്റെയും ഔസാഫുകൾ അത് വിപുലവും വിശാലവുമാണോ, വഅളമതുഹ അത് വലുതും മഹത്തരവുമാണോ, അതിനാണ് മജിദ് എന്ന് പറയാം. വസ്ഫ് ഔസാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി, ക്വാളിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനത്തിനാണ് അറബിയിൽ വസ്ഫ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തിരിയാ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴാണ്. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രോപ്പർട്ടി എന്നാ പറയാം. അതിന്റെ ഗുണം, പണ്ട് ഗുണം മണം എന്നൊക്കെ പറയും മലയാളത്തിൽ. മനസ്സിലായോ? അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ആശയം കിട്ടും. ഒരു വസ്തുവിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു എലമെന്റ് എടുത്തു, ആ എലമെന്റിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയും. ആ പ്രോപ്പർട്ടിക്കാണ് ഇവർ എന്ത് എന്ന് പറയുന്നത്, വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ മജിദ് എന്ന് പറയുന്നത് ഒരു വസ്തു മജീദാണ്, അതിന് മജിദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ പ്രോപ്പർട്ടി സമൃദ്ധമാണ്, വിശാലമാണ്, വിപുലമാണ്, വലുതാണ്, മഹത്തരമാണ്. സാഴത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ വസിഅന്റെ അതിൽ നിന്നുള്ളതാണ്, വസിഅൻ നിന്നുണ്ടാകുന്നതാണ് സാഴത്ത്. സിഅത്ത് എന്നാണ് ശരിക്ക്. സാഴത്ത് പിന്നെ നമ്മൾ തെറ്റിപ്പറയുന്നതാണ്, സിഅത്താണ്. സാഴത്ത് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. പ്രയോഗം ഭാഷയിൽ എന്തിട്ട് സാധുത്വം നേടിക്കൊടുക്കുന്നതാണ്. നിങ്ങൾ തെറ്റി എല്ലാരും കൂടി തെറ്റി പറഞ്ഞാൽ കുറെ ഒരു ഭാഷയിലുള്ള ആൾക്കാർ ഒരു കാര്യം തെറ്റെന്നെ എല്ലാവരും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായി വരും. അതിനാണ് പ്രയോഗ സാധുത്വം എന്നാണ് മലയാളം പറയാം. അങ്ങനെ ആൾക്കാർ പ്രയോഗിക്കുന്നു, അതുകൊണ്ട് അതിന് ഭാഷയിൽ സാധുത ഉണ്ട്, നിയമസാധുത വന്നു. അപ്പോ ഏതൊരു വസ്തുവിന്റെയും പ്രോപ്പർട്ടി
അതിന് ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ടാകുക, ഓരോരോ ഗുണങ്ങളാണ് ഉണ്ടാകുക. ആ ഗുണങ്ങൾ അത് സിഅത്ത് അത് വിപുലമാണ്, വിശാലമാണ്. അളമത്ത് അത് വലുതാണ്, മഹത്തരമാണ് എങ്കിൽ അതിന് മജിദ് ഉണ്ട് എന്ന് പറയും. പക്ഷെ ഉള്ള പ്രോപ്പർട്ടി എന്തെന്നുള്ളത് അത് അതിൻ്റെ തന്നെ ആയിരിക്കും. ഖുർആനിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മഴന ഉണ്ടാകുക എന്നുള്ളതാണ്. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴനിയാണ്, അതിലുള്ളത് ആശയങ്ങളാണ്, അല്ലാണ്ട് വേറൊന്നും അല്ലല്ലോ. ആ ആശയങ്ങൾ അപ്പം എന്തായിരിക്കണം? അത് നല്ല സാഴത്തുള്ളതായിരിക്കണം, അളമത്തുള്ളതായിരിക്കണം. അതോടുകൂടി ആ ഭാഷ നമുക്ക് ശരിക്കും അങ്ങ് പഠിപ്പിച്ചു തന്നു. സഅദി റഹ്മഹുല്ല നമുക്ക് ആ വാക്ക് ശരിക്കും പഠിപ്പിച്ചു തന്നു. ഏതൊന്നിനെ കുറിച്ച് നിങ്ങൾ അത് മജീദാണ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് എന്ത് പ്രോപ്പർട്ടിയാണോ, എന്ത് ഗുണമാണോ ഉള്ളത്, ആ ഗുണം ചെറിയ തോതിലുണ്ടായാൽ പോരാ. എന്തായിരിക്കണം? വസിയായിരിക്കണം. അത് പിന്നെ അലീമായിരിക്കണം. സിഅത്ത് വേണം, അളമത്ത് വേണം. സഅത്തുൽ ഔസാഫി വ അളമത്തുഹ വ അഹഖു കലാമിൻ യൂസഫു ബിഹാദ ഹാദൽ ഖുർആൻ. വ അഹഖു കലാമിൻ, വചനങ്ങളിൽ ഏറ്റവും അർഹപ്പെട്ടത്. അഹക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും തരപ്പെട്ടത്, അർഹപ്പെട്ടത്. ഈ ഏറ്റവും എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രി അത് അങ്ങനെ അറബിയിൽ എടുക്കുക. അഫ്ളൽ, അഫ്അൽ. അപ്പൊ ഹക്ക് അത് തരപ്പെട്ടതാണ്. അഹക്ക് ഏറ്റവും തരപ്പെട്ടതാണ്. അഹക്കു കലാമിൻ, വചനങ്ങളിൽ ഏറ്റവും തരപ്പെട്ടത്. യൂസഫു ബിഹാദ, ഈ പറഞ്ഞ കാര്യം വിശേഷിപ്പിക്കാൻ. ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജിദ് എന്നത് വിശേഷിപ്പിക്കാൻ. മജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഅത്തുൽ ഔസാഫി വ അളമത്തുഹ, അത് വിശേഷിപ്പിക്കാൻ ഏറ്റവും തരപ്പെട്ട വചനം മനുഷ്യന്റെ വചനാണോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണോ? എംടിന്റെ ആണോ? അല്ലെങ്കിൽ ലീലാവതിന്റെ ആണോ? അല്ലെങ്കിൽ കൃഷ്ണൻ നായരുടെ ആണോ? ഒന്നുമല്ല. അതിന് ഏറ്റവും തരപ്പെട്ടത്. അതിലൊക്കെ ചെറിയ 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 ഈ ചെറിയ മനുഷ്യന്റെ കാമവികാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ അധമ വികാരങ്ങൾ, അല്ലെങ്കിൽ വേറെ ചെറിയ നിലവാരമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മനുഷ്യന്മാരൊക്കെ എന്തോ നിലവാരമുണ്ട് എന്ന് പറയുമ്പോൾ പറയാ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊന്നും വലിയ മാറ്റങ്ങളോ വലിയ ഗുണങ്ങളോ കൊണ്ടുവരാൻ പര്യാപ്തമൊന്നുമല്ല. അതൊന്നും മനുഷ്യന്റെ ചരിത്രത്തെ ഒരിക്കലും സ്വാധീനിക്കുകയോ ചരിത്രത്തിന്റെ ഗതി മാറ്റിയൊഴുക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്നും തലമുറകളെ വാർത്തെടുത്തിട്ടില്ല. ഇപ്പൊ നിങ്ങളൊരു ഒരു ചെറിയൊരു കാര്യം എടുത്തോളൂ. ഫഹൽ അൻതും മുൻതഹൂൻ, ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. കള്ളിൽ ജീവിച്ചിരുന്ന, കള്ളുകൊണ്ട് ജീവിച്ചിരുന്ന, രാവിലെ എഴുന്നേറ്റ വെറുവയറ്റിൽ കള്ളു കുടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കള്ളു കുടിക്കുന്ന ആളുകളായിരുന്നു അറബികൾ. അവർ പറയുന്നേ അതാണ്, കുടിപ്പിക്കണം. ഞാൻ മരിച്ചാൽ ഇതാമിത്തു ഫദിഫിന്നി ഇലാ ജംബി കർമത്തിൻ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹ വലാ തദ്ഫിനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹ. ഒരു മുന്തിരിവള്ളിന്റെ താഴെ കൊണ്ടുപോയിട്ട് എന്നെ പണ്ടാരടങ്ങണം. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിന്ന് എനിക്ക് ഇങ്ങനെ ലേശം കുടിക്കാൻ കിട്ടുമല്ലോ. ഇതായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ. വലാത്തത് ഫിനന്നി ബിൽ ഫലാത്തി ഫഇന്നനി, എന്നെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മരുഭൂമിയിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യരുത്, ഞാൻ ഭയപ്പെടുന്നത്. അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹ, ചത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കള്ളു കിട്ടൂലല്ലോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് മുന്തിരിവള്ളിന്റെ ചോട്ടുകൊണ്ടായിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അറബികളോടാണ് ഒരു വേള ഖുർആനിലൂടെ ഈ കലാമിലൂടെ അല്ലാഹ് പറയുന്നത് ഫഹൽ അൻതും മുൻതഹൂൻ. ആ വർത്താനം പറഞ്ഞു പോയിട്ട് 1500 വർഷം കഴിഞ്ഞു, 1.5 സഹസ്രാബ്ദം കഴിഞ്ഞു. ഇന്നും ആ വാക്കിന്റെ പേരിൽ മദ്യം തൊടാത്ത ലക്ഷങ്ങളല്ല കോടികൾ ജീവിക്കുന്നുണ്ട്, അല്ലേ? അതാണ് ഈ വചനത്തിന്റെ ശക്തി, അതാണ് ഈ വചനത്തിന്റെ സ്വാധീനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയണമെങ്കിൽ അഹഖു കലാമിൻ യൂസഫു ബിഹാദ, ഈ മജിദ് എന്ന് പറയുന്ന വിശേഷണം ഏതെങ്കിലും ഒരു വചനത്തിന് ചാർത്തി കൊടുക്കാൻ തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും തരപ്പെട്ടത് ബിഹാദ, ഈ ബിഹാദൽ ഖുർആൻ. ബിഹാദ എന്ന് പറഞ്ഞാൽ ഹാദൽ ഖുർആനി,
അതിൽ ഖുർആനും ഒന്നും വായിക്കൂല. ബിഹാദ, ആ ഹാദന്റെ ബദലാണ് ഹാദ. അപ്പൊ എന്താവും? ബിഹാദക്ക് ഹർഫു ജർ വന്നതുകൊണ്ട് മജ്റൂർ ഫി മഹല്ലി ജറിൻ. അപ്പൊ അതിന്റെ തന്നെ കൊടുക്കണം ബദലാകൊണ്ട് ഹാദക്കും ജറ് കൊടുത്തു. ഹാദ എന്ന് പറഞ്ഞാൽ അതിന്റെ മുഷാർ ഇലൈഹി ഖുർആൻ, അതും തന്നെ അതന്നെ കൊടുക്കണം. ബിഹാദൽ ഖുർആൻ. വായിക്കുമ്പോ ഒക്കെ തെറ്റിച്ചൊക്കെ വായിക്കും, പക്ഷെ കൃത്യം വായിച്ചു പോകുമ്പോ അങ്ങനെ തന്നെ വായിക്കണം. അഹഖു കലാമിൻ യൂസഫു ബിഹാദ ഹാദൽ ഖുർആൻ അല്ലദീ ഖദ് ഇഹ്തവ. അല്ലദീ എന്നുള്ളത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. അൽ ഇസ്മുൽ മൗസൂൽ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അറബി പഠിച്ചവർ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പാട് നിങ്ങൾ കവർ ചെയ്ത് പോയി. ചെറിയതാ, കുറച്ചൊന്നും അല്ല അല്ലേ? പറഞ്ഞില്ലേ? ഉണ്ട്. നമ്മൾ ഈ ഖുർആനിന് ഒരു വിശേഷണം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ആ നേരത്താണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ കൊണ്ടുവരുന്നത്. ഇനി അതിനുശേഷം ആ ഇസ്മുൽ മൗസൂലും ശേഷം വരുന്ന സ്വലയും ചേരുന്നത് ഖുർആനിന്റെ വിശേഷണമായിരിക്കും. അല്ലദീ, അത് യാതൊന്ന് ഖദ് ഇഹ്തവ, ആ ഖുർആൻ ഉൾക്കൊള്ളുന്നു. കൺസിസ്റ്റ് ഓഫ്, അത് ഉൾക്കൊള്ളുന്നു. ഇഹ്തവ അതിന്റെ താഴ്തിയത്ത്, ഹർഫ് താഴ്തിയത്ത് മനസ്സിലാക്കി വെക്കുക. ഇഹ്തവ അല എന്നാണ് പറയാം. അത് ഇംഗ്ലീഷിൽ ഓഫ് ചേർക്കും അല്ലെ? കൺസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചേർക്കണം. ഓഫ് ചേർത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഈ അറബിയിൽ ഇഹ്തവ എന്ന് പറഞ്ഞാൽ ശേഷം ഉടനെ തന്നെ അല ചേർക്കണം. അല ചേർക്കാതെ നേരെ പറയരുത്. അങ്ങനെ പറയണവരുണ്ട്. അപ്പൊ ജസ്റ്റ് കാര്യം മനസ്സിലാവും, പക്ഷെ ഭാഷ ശരിയല്ല. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലദീ, ദാറ്റ്, അല്ലെങ്കിൽ വിച്ച് ഖദ് ഇഹ്തവ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അലാ ഉലൂമിൽ അവ്വലീന വല്ലാഖിരീൻ. ഉലൂമുൽ അവ്വലീന വല്ലാഖിരീൻ, പൂർവികര്, മുൻഗാമികള്, ആഖിരീൻ പിൽക്കാലക്കാർ, ആദ്യകാലക്കാരുടെയും പിൽക്കാലക്കാരുടെയും എല്ലാം അതിലുണ്ട്. ഉലൂമ് മുഴുവനും അതിലുണ്ട്. അത് പല രൂപത്തിലും ആകാം ഉലൂമുകൾ. ഒന്ന്, മുൻഗാമികളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ചരിത്രം എന്ന് നമ്മൾ പറയുന്ന പലതും എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിനിഴലില് മുങ്ങിക്കിടക്കുകയാണ്. അതൊന്നും ചരിത്രമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതിനൊന്നും രേഖല്ല. അതൊന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു കൃത്യമായ പരമ്പരയിലൂടെ അല്ല. പക്ഷെ ഖുർആൻ അതിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോ അതോട് കൂടിയിട്ട് അത് ഓതന്റിക്കായി തീരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ പറയും, മാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം മാ കുന്ത അയ്യുഹും യക്ഫുലു മറിയം മാ കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക്. ഇതെല്ലാം ചരിത്രത്തിന്റെ കരിനിഴലിൽ മറഞ്ഞു പോയിട്ടുള്ള അവ്യക്തമായ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അത് വഹയിലൂടെ നിനക്ക് നാം പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പൂർവീകരുടെ ചരിത്രങ്ങൾ അതിലുണ്ട്. പൂർവീകരുടെ ചരിത്രം മാത്രമാണോ? അതിനും അപ്പുറത്തേക്ക് ഈ പൂർവീകരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇതിന്റെ കാര്യം? എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? മനുഷ്യബുദ്ധി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭൂമുഖത്തിന്റെ കഥ എന്തായിരുന്നു? ഈ സൗരയൂഥത്തിന്റെ കഥ എന്തായിരുന്നു? ഈ കാണുന്ന അണ്ഡകടാഹങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ കഥ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിലിരുന്നു. അപ്പൊ തമീം ഗോത്രക്കാർ വന്നു. ഓരോട് പറഞ്ഞു, ചോദിച്ചോളാൻ പറഞ്ഞു. ഒരു സ്വത്ത് ചോദിച്ചു. അപ്പൊ യമനിൽ നിന്നൊരു കൂട്ടർ വന്നു. ഓരോട് ചോദിച്ചപ്പോ ഒരു സ്വത്താ ചോദിച്ചു. നിങ്ങളോട് പറയണു വേണ്ടോ ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വന്നിട്ടുള്ളത് ഫിഖ്ഹു ഫിദ്ദീൻ, മതത്തിൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വത്തല്ല ചോദിക്കാനുള്ളത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആദിയെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ആദിയിൽ എന്തുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, സൃഷ്ടിപ്പിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? പ്രസിദ്ധമായ ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ചോദിച്ച ആ ചോദ്യം അത് തീർത്തും പ്രസക്തമാണ്, അത് ശരിയായ കാര്യമാണ്. നബിയൻ ഉത്തരം പറയാൻ തുടങ്ങി. ആദ്യം ഒരു സൃഷ്ടി ഉണ്ടായിരുന്നില്ല, സൃഷ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അള്ള മാത്രം ഉള്ളവനായിരുന്നു. അള്ള ഉള്ളവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിപ്പിന്റെ ആ തുടക്കത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്ന നേരത്ത് ഹദീസ് ഉദ്ധരിക്കുന്ന വായിലിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാഖത്തക്
നിന്റെ ഒട്ടകം കദിം ഫലത്ത് അതിരിക്കനാക്കത്തക്ക് കദിം ഫലത്ത്. ഒട്ടകം അതിന്റെ കാൽത്തള പൊട്ടിച്ച് പോയിട്ടുണ്ട്, അവിടെ വേഗം പിടിക്ക്. അപ്പൊ മൂപ്പര് പെട്ടെന്ന് ബേജാറായി ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. അയാൾ പറയാണ്, എനിക്ക് ആ ഒട്ടകം പോയാലും വേണ്ടില്ലായിരുന്നു, ഞാനാ ചെയ്തത് ഒരു അബദ്ധമായി. ഇങ്ങനെ ഒരു മനുഷ്യന് നേരത്തെ ചില മാനുഷികാണല്ലോ, അങ്ങനെ ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുണ്ടാകുന്ന ഒരു ബേജാറാണ്, ഒരു അനുഭാവം എന്നതിന് പറയാം. അനുഭാവം അത്തരം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അത് നമ്മുടെ ഒരു കൺട്രോൾ പെട്ടതല്ല, അത് നേച്ചറലായിട്ട് വരുന്ന. മൂപ്പരണ്ട് ഇറങ്ങി അതിന്റെ പിന്നാലെ ഓടി. അതുകൊണ്ട് പിന്നെ മൂപ്പരന്റെ ബാക്കി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകാശങ്ങളെയും ഭൂമിനെ അള്ള സൃഷ്ടിച്ചത് ഒക്കെ ഖുർആനിലുണ്ട്. ആ ഒരു റിവായത്തിലെ കിട്ടിയില്ല വെച്ചിട്ട് വിഷയം കിട്ടാതെക്കണില്ല. ഈ ഭൂമിയുടെ മുകളിൽ ഒരാകാശം, ആ ആകാശത്തിന്റെ മുകളിൽ രണ്ടാമത്തത്, അതിന്റെ മുകളിൽ മൂന്നാമത്തത്, അതിന്റെ മുകളിൽ നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്. അവിടെ ഏഴാമത്തിൽ അവിടെ ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂർ അതിന്റെ കറക്റ്റ് പൊസിഷനിലാണ് ഭൂലോകത്ത് കഅബ ഉത്തിരിക്കണത്. ആ ബൈത്തുൽ മഅമൂർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന സമയത്ത് വെള്ളം, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കുർസി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വെള്ളത്തില് വെള്ളത്തിന്റെ മീതെയായിട്ട് അർശ്. അങ്ങനെയാണ് പോയിട്ട് അവസാനം സൃഷ്ടികളൊക്കെ കഴിഞ്ഞ അവസാനത്തെ സൃഷ്ടി, വലിയ സൃഷ്ടി അർശ് കഴിഞ്ഞാൽ അതിന്റെയും ഉപരിയിൽ അള്ളാഹു, അതിന്റെ ഉപരിയിലായിട്ടുണ്ട് അല വസ്തഖർ. അല വസ്തഖർ, അതിന്റെ മീതെയാണ് അവിടെ അള്ളാഹ് മുസ്തഖറാണ്. ആ ഇസ്തിഖറാർ എന്ന് പറയുന്നത് അത് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഉലുവ് എന്ന് പറയുന്നത് അവന്റെ ദാത്തിയായിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പൊ അള്ളാഹ് എപ്പോഴും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. ഉലുവാണ്. ഇസ്തിഖറാർ അള്ളാഹ് ഉദ്ദേശിക്കുന്ന നേരത്തൊക്കെ അള്ളാഹ് ഇസ്തിഖറാറാകും. സുമ്മസ്തവ അലൽ അർശ്, പിന്നെ ഇസ്തിവാ നടത്തി. അവിടെ ബിമാന ഇസ്തഖർ. അപ്പൊ ഇങ്ങനെയുള്ള ഉലൂമുൽ അവ്വലീൻ ഇനി വൽ ആഖിരീൻ, ഇനി ശേഷം എന്നത് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചാല് തോന വൈകിണീന്റെ മുമ്പ് ഇതൊക്കെ നിങ്ങളെ കയ്യിൽ വരും. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. എവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ അവിടെ ഈ സന്ദേശം, ഞാൻ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള ഇസ്ലാമിന്റെ സന്ദേശം അവിടെ എത്തുതന്നെ ചെയ്യും. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ. അത് മനുഷ്യർ താമസിക്കുന്ന ഒരു വാസകേന്ദ്രത്തിലും, ചെറിയ ചെറ്റക്കുടിലാകട്ടെ അല്ലെങ്കിൽ വലിയ വലിയ മനോഹരമായ രമ്യഹർമ്മ്യങ്ങളാകട്ടെ, അവിടെ ഒരിടത്ത് പോലും ഈ സന്ദേശം കയറി ചെല്ലാതിരിക്കില്ല. ഇല്ല അദ്ഖലഹുൽ ഇസ്ലാം ബിഇസ്സി അസീസിൻ ഔ ദുല്ലി ദലീൽ. ഇസ്സൻ യുഇസ്സുല്ലാഹു ബിഹിൽ ഇസ്ലാം ഔ ദുല്ലൻ യുദില്ലുല്ലാഹു ബിഹി അൽ കുഫർ. അങ്ങനെ വരുന്ന കിസറിന്റെ നിങ്ങൾക്ക് കിട്ടും, ഖൈസറിന്റെ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് ആഖിരീങ്ങളുടെ കാര്യം, പിന്നെ അവസാനം വരാൻ പോകുന്ന ലക്ഷണങ്ങൾ ഓരോന്ന് പറഞ്ഞു. ഇന്നത് വരും, ഇന്നത് വരും, ഇന്നത് വരും, ഇത്ര ഇന്ന ഹുസൂഫുകൾ ഉണ്ടാകും, ഇത്ര സിൽസാലുകൾ ഉണ്ടാകും, ഇത്ര ഹറജ് മറജ്, മനുഷ്യ ഹത്യകൾ ഉണ്ടാകും, ഇന്ന തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും, ഇന്ന യുദ്ധങ്ങൾ ഉണ്ടാകും, ഇന്നോടത്ത് വലിയ ഒരു സമ്പത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ മല പ്രത്യക്ഷപ്പെടും, അതിനെ ചുറ്റി ആളുകൾ യുദ്ധം നടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. അവസാനം യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റ് വരും, ഒരു തണുത്ത കാറ്റ് വരും, ഈമാനുള്ള എല്ലാ ആത്മാക്കളെയും പിടിച്ചുകൊണ്ട് പോകും. അവസാനം അത് ദാബത്തുലർന്ന് വരും. അതുപോലെ തന്നെ ഈസാ നബി ഇറങ്ങും, ദജ്ജാൽ വരും. ഇങ്ങനത്തെ എല്ലാ സംഗതികളും. അതുപോലെ തന്നെ ഈ അവ്വലീങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും സർവ്വസാരാംശങ്ങൾ അത് ഈ ഗ്രന്ഥത്തിലുണ്ട്. പിൻഗാമികൾക്കുള്ള എല്ലാ കാര്യങ്ങളും അത് ഇതിലുണ്ട്. ഇത് കാലത്തെ അതിവർത്തിക്കുന്നതാണ്. ഖുർആനിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാലാതിവർത്തിയാണ് എന്ന് പറയും. അതിന് ഭൂതം ഭാവി വർത്താനം എന്നൊന്നുമില്ല. അതിൽ ഭൂതത്തിന്റെ അങ്ങേത്തല നമുക്ക് കാണാൻ കഴിയാത്ത അറ്റം മുതൽ അതിലുണ്ട്. അത് വർത്തമാനം മാത്രമല്ല, ഇനി ഭാവിയിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനോ ഊഹിക്കാനോ നമുക്ക് പറ്റാത്ത, ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ഇതിലുണ്ട്. എന്താ ദാബത്തുൽ അർദ് നമുക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റൂല. ഓരോ കാര്യങ്ങളും ഓരോന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ആദ്യകാലക്കാരുടെയും അവസാനകാലക്കാരുടെയും അവരുടെ അറിവുകൾ, അവരുടെ അനുഭവങ്ങൾ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ളത്, അവരുടെ ഭാഗധേയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാം കാലാതിവർത്തിയായ മൂല്യങ്ങളും അറിവുകളും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ല മലയാളത്തിൽ അങ്ങനെ പറയാം. അല്ലദീ ഹവാ മിനൽ ഫസാഹത്തി അക്മലഹ. ആ ഉലൂം എന്ന് പറഞ്ഞാൽ അതിനെ ഇനി ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അല്ലദീ ഹവാ മിനൽ ഫസാഹത്തി അക്മലഹ. ആ അല്ലദീ പോണത് ഖുർആനിലേക്ക് തന്നെയാണ് കേട്ടോ. ഇസ്മുൽ മൗസൂൽ പറയുമ്പോൾ അത് ഏത് ഇസ്മിന്റെ മൗസൂലാണ്, ഏതുമ്പലേക്കാണ് അതിനെ പിന്നെ കെട്ടിയിരിക്കുന്നത്, ബന്ധിപ്പിച്ചിരിക്കുന്നത്, അത് ഖുർആനിലേക്ക് തന്നെയാണ്. അല്ലദീ, ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്. ഹവ, ഹവ എന്ന് പറഞ്ഞാൽ ഇഹ്തവ എന്ന് പറഞ്ഞത് അതിന്റെ ഇഫ്താല വസനാണ്. ഹവ ആണ് അതിന്റെ അസ്ല്. ഹവ പറഞ്ഞ ഉൾക്കൊണ്ടു തന്നെയാണ്. ഹവ യഹ്വി, സാധാരണ കണ്ടെയ്നറിന് ഹാവിയത്ത് എന്നാ പറയാ. ഒരേ അസ്ലാണ്. ഹവ അതിന്റെ നെയ്ക്കഡ് ഫോമാണ്, 3 അക്ഷര ക്രിയയാണ്, ട്രൈലേറ്ററൽ വെർബാണ്. എഹ്തവ എന്ന് പറയുമ്പോൾ അത് 5 അക്ഷരം ഉണ്ടായിരിക്കും, 2 അക്ഷരം അതിൽ അഡീഷണൽ ആയി ചേർത്തതാണ്. ആദ്യത്തെ ഹംസും അതുപോലെ ഇടക്ക് വന്ന താവും. സുലാസി മസീദ് എന്നാ പറയാ. ക്രിയ 3 അക്ഷരമാണ്, അതിലേക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് അക്ഷരം ചേർത്ത് കൊടുക്കും. ചിലപ്പോൾ 1 ചേർക്കും, ചിലപ്പോൾ 2 ചേർക്കും, ചിലപ്പോൾ 3 ചേർക്കും. സുലാസി മസീദ്, സുലാസി മുജറദ് വെറും ട്രൈലേറ്ററൽ വെർബുകൾ 5 പാറ്റേണിൽ വരും. അതിന്റെ മസീദ് ആണെങ്കിൽ 14 പാറ്റേണിൽ വരും. ഹവ ഉൾക്കൊണ്ടു, കണ്ടെയ്ൻ ചെയ്തു. എഹ്തവ അത് ഒന്ന് ഇതന്നെ ഒന്ന് കുറച്ചും കൂടി എന്താ വെച്ചാൽ കുറച്ചും കൂടി മുബാലഗന്റെ സീഗയാണ് എഹ്തവ വരിക. അതിങ്ങനെ ഈ സിയാദത്ത് വരുമ്പോ സിയാദത്തുൽ ലഫ്ളി സിയാദത്തുൻ ഫിൽ മഅന, അതാണ് അതിന്റെ തത്വം. ഒരു വാക്കില് അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആശയപരമായ ഒരു ചെറിയ അഡീഷൻ ഉണ്ടാവും, വർധനവുണ്ടാവും. അപ്പൊ ഇതിലുള്ള വർധനവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽ മുബാലഗത്ത്. വാസ്തവോക്തി, സമോക്തി, സാമ്യോക്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതി ഉണ്ട്. അതിലെന്താന്ന് ചോദിച്ചാൽ ഇവിടെ പിന്നെ അതിശയോക്തിയാണ്, കുറച്ച് മുബാലഗ ഉണ്ടാവും. ഏത് എഹ്തവക്ക് ഹവനക്കാള്. അതെന്തുകൊണ്ട് വന്നു ചേർന്നു? അത് ആ മുബാലഗ എന്തുകൊണ്ട് കിട്ടി? അതില് ലഫ്ളിന്റെ അക്ഷരത്തിന്റെ വർധനവുണ്ട്, 2 അക്ഷരം കൂടി. 1 അൽ ഹംസത്തു, 2 അത്താവു. ഹവ എന്ന് പറഞ്ഞാൽ സിംപിളി കണ്ടെയ്ൻസ്, അത് ഉൾക്കൊണ്ടു. ഹവ മിനൽ ഫസാഹത്തി, ഫസാഹത്ത് നോക്കുകയാണെങ്കിൽ അത് അക്മലഹ, അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫസാഹത്ത് ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ എലോക്വൻസ് എന്നാണ്, ഭാഷാസ്ഫുടതയാണ്. ഭാഷാസ്ഫുടത ഇംഗ്ലീഷിൽ എലോക്വൻസ് എന്ന് പറയും. ഫുസ്ഹാക്കായി വരിക. ഒരു ഭാഷ ഫസീഹാകണമെങ്കിൽ അതിൽ കലർപ്പുണ്ടാവരുത്. കലർന്നാൽ അതിന്റെ ഫസാഹത്ത് നഷ്ടപ്പെട്ടു. അറബി ഭാഷക്ക് ആ കലർപ്പ് വന്നത് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയും സംസ്കാരവും മതവും ഒക്കെ തന്നെ മറ്റ് ജാതിക്കാരുമായിട്ട്, മറ്റു ഭാഷക്കാരുമായിട്ട്, മറ്റ് ദേശക്കാരുമായിട്ട് കൂടിക്കലർന്നപ്പോഴാണ്. അത് പേർഷ്യയിലേക്ക് പോയി, അത് റോമിലേക്ക് പോയി, അത് വേറുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അത് പോയപ്പോ എന്ത് സംഭവിച്ചു? അറബി ഭാഷക്ക് അപജയം സംഭവിച്ചു. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, ഖുലഫാക്കളുടെ കാലഘട്ടത്തോടു കൂടി തന്നെ അപജയം തുടങ്ങിയിട്ടുണ്ട്. നഹ്വ് ഉണ്ടാക്കിയത് തന്നെ ഈ അപജയത്തെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മുമ്പ് നഹ്വേ ഉണ്ടായിരുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരു തള്ള വന്നിട്ട് പറയാണ്, തൂഫിയ അബാനാവ തറക്ക ബനൂൻ, ഈ കുട്ടികളെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, കുട്ടികൾ ഇവിടെ ബാക്കിയായിട്ടുണ്ട്. നേരെ തിരിച്ചാണ് പറഞ്ഞു പോയത്. തൂഫിയ അബൂന വ തറക്ക ബനീൻ എന്ന് പറയേണ്ടതിന് പകരം നേരെ തിരിച്ചു പറഞ്ഞു. ഇങ്ങനെ പോയാല്
ഇതിന് അലകും പൊടിയും ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോഴാണ് അബുൽ അസ്വദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബുൽ അസ്വദ് ദുഹ്ലി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് വ്യവസ്ഥ ഉണ്ടാക്കണം, ഭാഷയ്ക്ക് വ്യവസ്ഥ വെക്കണം. അങ്ങനെയാണ് നഹ്വ് വ്യാകരണം എന്ന ചിന്ത തന്നെ കടന്നു വരുന്നത്. അപ്പൊ ഈ ഭാഷാശാസ്ത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഖുർആന്റെ ഖിദ്മത്തെടുക്കാനാണ്. അല്ലാണ്ട് ഭാഷാ നിയമങ്ങൾ ഖുർആനെ ഭരിക്കാൻ വന്നതല്ല. തന്നെ മനസ്സിലായോ? ഇങ്ങനെ ഒരു നിയമമുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളൂ എന്നൊരിക്കലും പറയാൻ പറ്റൂല. ഖുർആനിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് പിന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ ഉണ്ടാക്കിയതാണ് ഭാഷാ നിയമങ്ങൾ. അതുവരെ അങ്ങനെ ആ ഒരു കാലം വരെ എന്തുണ്ടായിരുന്നില്ല, ഒക്കെ സലീഖുൽ ലിസാൻ, അവരുടെ ആ നേച്ചറിൽ തന്നെ തെറ്റാതെ ഭാഷ പറയുന്നുള്ളതാണ്. കലർപ്പുണ്ടായിരുന്നില്ല. ഇത് കലർന്നപ്പോ വേറുള്ള ഭാഷകളുമായി, വേറുള്ള സംസ്കാരങ്ങളുമായി, വേറുള്ള രീതികളുമായി കലർന്നു വന്നപ്പോ സ്വാഭാവികമായും ഭാഷാ വിശുദ്ധി നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുമ്പോ എന്ത് ചെയ്യേണ്ടി വരും? ആ ഭാഷന്റെ ഫസാഹത്ത് അത് നിലനിർത്താൻ വേണ്ടി നിയമങ്ങൾ വെക്കേണ്ടി വരും. അങ്ങനെയാണ് നഹ്വ് മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് ഭാഷാശാസ്ത്രങ്ങൾ ഒരുപാടെണ്ണുണ്ട്. നഹ്വ് മാത്രമൊന്നുമല്ല അതൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ ഭാഷാ സ്ഫുടത, മലയാളത്തിലെ ഈ ഫസാഹത്തിന് പറയാൻ സ്ഫുടത എന്നാണ്. അത് പിന്നെ ഫസീഹ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാവുക. ആ എലോക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തുമാതിരി എലോക്വൻസ് ആണ്. അക്മലഹ ഹവാ മിനൽ ഫസാഹത്തി അക്മലഹ. ഇത്രയും ഫസിഹായ ഒരു ഗ്രന്ഥം, ഫസാഹത്തിന്റെ സാഹിത്യ ഭംഗിയുടെ സ്ഫുടതയുടെ, നമ്മൾ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അതിന് ഒരു കൃത്രിമത്വമുണ്ട്. ശരിക്കും ആ സാഹിത്യത്തെക്കാൾ ഫസാഹത്ത്, അതാണ് മൗലികത ഉള്ളത്. അദബ് എന്നും സാഹിത്യം എന്നും ലിറ്ററേച്ചർ എന്നും നമ്മൾ പറയുന്നതിൽ കലർപ്പും അതിന് തന്നെ ഒരു കൃത്രിമത്വം ഉണ്ട്. എന്നാൽ ഇത് മാറ്റിവെച്ചിട്ട് ശരിക്ക് ഭാഷന്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട ശരിയായ വാക്ക് ഫസാഹത്താണ്. ഫസാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഫുടതയാണ്. ഒരു കാര്യം പറഞ്ഞാൽ എത്ര ക്ലിയർ ആയിരിക്കും, അത് എത്ര ലളിതായിരിക്കും. وقال رجل من أقصى المدينة يسعى قال يا قوم اتبعوا المرسلين. ഈ ഒരു വാചകം ആ ഖുർആനിൽ അള്ളാഹ് വെച്ചിട്ടുള്ള ക്രമം തെറ്റിച്ച് 18 രൂപത്തിലുമാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒന്നും ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള ആ ലാളിത്യവും ആ വ്യക്തതയും വേറെ കിട്ടൂല, വേറൊരു കോമ്പിനേഷനിലും കിട്ടൂല. ഭാഷന്റെ അങ്ങനത്തെ നിയമത്തിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സാഹിത്യം എന്ന് പറഞ്ഞാൽ വേറെന്തൊക്കെയാണ്, കുത്തിത്തിരിപ്പ് എഴുത്തിനാണ് ഇന്ന് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത്. ആ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ കൃത്രിമത്വമോ അല്ല ഭാഷയുടേത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാളിത്യമാണ്, അതിന്റെ സ്ഫുടതയാണ്. സ്ഫുടത എന്ന് പറഞ്ഞാൽ അപ്പോ പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിച്ച കാര്യം ക്ലിയർ ആയിട്ട് കിട്ടണം. അതിന് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കിട്ടണം. അതിൽ കെട്ടിക്കൊടുക്കുണ്ടാകരുത്. പദപരമായ കെട്ടിക്കൊടുക്കേണ്ടത്, ആശയപരമായ കെട്ടിക്കൊടുക്കുണ്ടാകരുത്. അത് യാതൊരു കെട്ടിക്കൊടുക്കില്ലാണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണം. അപ്പൊ അതാണ് ഫസാഹത്ത്. ആ ഫസാഹത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫസാഹത്ത് അത് ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ ഫുസഹാക്കൾ, ഏറ്റവും എലോക്വന്റ് ആയിട്ട് വലിയതടക്കമുള്ള ഈ സാഹിത്യകാരന്മാരെയാണ് ഖുർആൻ വെല്ലുവിളിച്ചത്. കയ്യൊങ്കി കൊണ്ട് ഒരു ലൈൻ കൊണ്ടാൽ മതി. ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ലൈനാണ്, ഒരു സുഹൃത്തായി അത്രയും കൊണ്ടുപോവാ കയ്യൊങ്കിൽ. ഖുർആൻ മുഴുവൻ വേണ്ട, 10 സുഹൃത്ത് വേണ്ട, ഒറ്റ സുഹൃത്ത് കൊണ്ടാൽ മതി. വെല്ലുവിളി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം പിൻ പോയിന്റിൽ വെച്ചു. ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരും, ഇല്ലെങ്കിൽ 10 സുഹൃത്ത് കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഒരു സുഹൃത്ത് കൊണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഒരു ലൈനുള്ളൂ. ആ പറഞ്ഞത് എത്ര സിമ്പിളാണ് കാര്യം. അതിനങ്ങൾക്ക് കോമ്പിനേഷൻ മാറ്റി ഒരു 10-18 തരത്തില് ഇപ്പൊ ഖുർആന്റെ എൽജാസ്, ഭാഷാപരമായ എൽജാസ് ചർച്ച ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളും ഉണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഇത് 10-18 തരത്തിൽ ഇതിനെ മാറ്റി കോമ്പിനേഷൻ മാറ്റും. പക്ഷെ ഒന്നിനും ഈ ഭംഗി ഉണ്ടാവില്ല, ഈ സ്ഫുടത ഉണ്ടാവില്ല. ഈ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഖുർആന്റെ വാക്കുകൾ. അതുകൊണ്ട് ഫസാഹത്തിൽ നിന്ന് അക്മല് ഖുർആൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. വമിനൽ അൽഫാളി അജ്സലഹ. ഇനി അതിന്റെ വാക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ജസീലായ അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള വാക്ക്
ജസീൽ ഇതിന്റെ മുമ്പ് വന്നുപോയി. തന്നെ സമ്പന്നം, സമ്പുഷ്ടം, ധന്യം. അപ്പോ ചില ലഫ്ളുണ്ടാകും, അതിന് വലിയ മായനൊന്നും ഉണ്ടാവില്ല, ശോഷിച്ച പദങ്ങളായിരിക്കും. ചില പദങ്ങളുണ്ടാകും, അത് സമൃദ്ധമായിരിക്കും, സമ്പന്നമായിരിക്കും, സമ്പുഷ്ടമായിരിക്കും. ആശയസമ്പന്നം, ആശയസമ്പുഷ്ടം. മറ്റേ ശോഷിച്ച് അതിന്റെ ചെറിയൊരു. പിന്നെ വമിനൽ അൽഫാദി അജ്സലഹ. അപ്പൊ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും സമ്പന്നമായ, ആശയസമ്പന്നമായ, ആശയസമ്പുഷ്ടമായ വാക്കുകൾ അത് ഖുർആൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി മൊത്തം ഖുർആനിന്റെ ഫസാഹത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിന്റെ സ്ഫുടത നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സാഹിത്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഖുർആൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. വമിനൽ മആനി അഅമ്മഹ വഅഹ്സനഹ. മൊത്തം ഖുർആനിന്റെ ആശയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അഅമ്മായിട്ടുള്ള, ഏറ്റവും വ്യാപകത്വമുള്ള, വിപുലവും വ്യാപകവുമായിട്ടുള്ള അർത്ഥം. അമ്മയഅമ്മു, ആമ്മ്, പൊതുവായ, വ്യാപകമായ, വിപുലമായ. ഖുർആൻ അങ്ങനെ വിപുലമാണ്. അതിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ആമ്മാണ്. ഒരായത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻകംപാസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടിട്ടുണ്ടാവില്ല, ഫുൾ അതിലാണ് വന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങളൊരു ഉദാഹരണം എടുത്തോളി. ഒരു ദായക്രമം, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് എങ്ങനെ ഓരിയെക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നിയമപുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 2, 3, 4 വാള്യങ്ങളിൽ എഴുതിയാലും വിഷയം മുഴുവൻ കിട്ടൂല. ഖുർആനിൽ ഈ ദായക്രമം വെറും 3 ആയത്തിൽ ചുരുക്കി, വെറും 3 ആയത്തുള്ളൂ. സൂറത്തു നിസാഇന്റെ ഏതാണ്ട് തുടക്കത്തിലൊരായത്ത്, അതിന്റെ ശേഷൊരായത്ത്, അവസാനത്തിലൊരായത്ത്. അതിന്റെ അപ്പുറം വേറെ എവിടേക്കും പോയിട്ടില്ല. ഈ 3 ആയത്തുകളില് സാധാരണ നടക്കുന്ന സംഭവങ്ങളും അപൂർവമായി നടക്കുന്ന സംഭവങ്ങളും, കേസുകൾ, സീനാരിയോസ്, ഡിഫറെന്റ് സീനാരിയോസിൽ നമുക്ക് സ്വത്തം ഹരിക്കേണ്ടി വരും. അതിൽ സാധാരണയുള്ള നോർമൽ സീനാരിയോസ് അതിൽ വന്നിട്ടുണ്ട്, എന്നാൽ റയറും വന്നിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാര്യങ്ങൾക്കുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. ആ സൂചനകൾ വെച്ചുകൊണ്ട് ഇജ്മാഇൽ അത് പൂർത്തീകരിച്ചു. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? കാരണം ഖുർആന്റെ പ്രത്യേകത മആനി എന്ന് പറഞ്ഞ ആമായ രൂപത്തിൽ എല്ലാത്തിനെയും എൻകംപാസ് ചെയ്യുന്ന, കോംപ്രിഹെൻസീവായിട്ട് പറയാൻ പറ്റുന്ന മഅനകൾ, അതാണ് ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മആനി അഅമ്മഹ. അത് അഅമ്മത് മാത്രമല്ല, അഹ്സനുഹ, പെർഫെക്റ്റും കൂടിയായിരിക്കും. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടല്ലാത്തത്, ഫുൾ പ്രൂഫ് എന്ന് നമ്മൾ പറയില്ലേ, അന്യൂനം, കുറ്റമറ്റത്, പെർഫെക്റ്റ്. അക്മല് പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ? ഒരു ഓട്ടയില്ല, ഒരു പഴുതില്ലാത്തത്, അന്യൂനമായിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിലെ ഒരു കാര്യം പറഞ്ഞാൽ അത് ആ കാര്യത്തിന്റെ എല്ലാ മുക്കും മൂലയും അത് തൊട്ടിട്ടുണ്ടാവും. അത് തൊടാത്ത, അത് മറിച്ചിടാത്ത ഒരു കല്ലുണ്ടാവില്ല, എല്ലാം മറിച്ചിട്ടുണ്ടാവും. എല്ലാ മൂലകളെയും അത് സ്പർശിച്ചിട്ടുണ്ടാവും. എവിടെയും ഒരു പഴുത് അതിലുണ്ടാവില്ല. അക്മലും അഹ്സനും. അക്മൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. അഹ്സൻ എന്ന് പറയുമ്പോ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പഴുതും ഇല്ലാത്ത വിധം പെർഫെക്റ്റ് ആയതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ എവിടെ ഇഹ്സാൻ പറയുന്നുണ്ടോ, അഹ്സന യുഹ്സിനു ഇഹ്സാൻ പറയുന്നുണ്ടോ, അവിടെയൊക്കെ ഈ പെർഫെക്റ്റ്നെസ് ആണ്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത, യാതൊരു തരത്തിലുള്ള ഒരു പഴുതുമില്ലാത്ത, അന്യൂനമായിട്ടുള്ള ആ പെർഫെക്ഷൻ. അതുകൊണ്ട് ആശയങ്ങൾ, ഖുർആനിൽ പറയുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കോംപ്രിഹെൻസീവാണ്, അത് അഹ്സൻ, അത് പെർഫെക്റ്റ് ആണ്, അത് ഫുൾ പ്രൂഫാണ്, സിമെന്റഡ് ആണ്. വഹാദ, ഈ പറഞ്ഞ കാര്യം. അപ്പൊ ഖുർആൻ ഉൾക്കൊണ്ടിട്ടുള്ളത് ഉലൂമുൽ അവ്വലീന വൽ ആഖിരീനാണ്. ഫസാഹത്തിന്റെ കാര്യത്തിൽ അക്മലാണ്, അൽഫാദിന്റെ കാര്യത്തിൽ അജ്സലാണ്, മആനിന്റെ കാര്യത്തിൽ അഅമ്മഹ വഅഹ്സനഹ, ഏറ്റവും അഅമ്മായിട്ടുള്ളതും അഹ്സനായിട്ടുള്ളതുമാണ്. ഇങ്ങനെയുള്ള ഒരു കലാമാകുമ്പോൾ വഹാദ, ഈ സ്വഭാവം, ഈ വസ്ഫ്, മൂജിബുൻ ലികമാലി ഇത്തിബാഇഹി,
മൂജിബുൻ അത് നിർബന്ധമാക്കുന്നു, അനിവാര്യമാക്കുന്നു. ഔജബ യൂജിബു അത് വാജിബാക്കി തീർക്കുന്നു. എന്തിനെയാണ് നിർബന്ധമാക്കുന്നത്? ലികമാലി ഇത്തിബാഇഹി ഈ ഖുർആനിനെ ഫോളോ ചെയ്യാന്നുള്ളത് പൂർണ്ണമായി ഫോളോ ചെയ്യണം, പൗതിയൊന്നും അല്ല. ഖുർആനിനെ പൂർണ്ണമായി തന്നെ പിന്തുടരണം. ലികമാലി ഇത്തിബാഇഹി അത് സാധാരണ ഗ്രന്ഥങ്ങൾ പിന്തുടരുമ്പോൾ ഇങ്ങനെ ഒരു രീതി ഉണ്ട്. എന്ത് പൂർവിക ഗ്രന്ഥങ്ങളുള്ള ആളുകൾ അവരൊക്കെ എന്താന്ന് ചോദിച്ചാൽ കുറച്ച് സ്വീകരിക്കും, കുറച്ച് തള്ളും. ചിലത് സ്വീകരിക്കും, ചിലത് തള്ളും. അങ്ങനെ പോരാ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ. കാരണം ഈ ഖുർആനില് ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒരു പൊള്ളില്ല, ഒരു കള്ളമില്ല, പൊളിവചനമില്ല. അതിലുള്ളത് മുഴുവനും വേണ്ടതാണ്. എവിടെയും ഒരു കുറ്റല്ല, കുറവില്ല, ഒരു ഹോള് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ആൺമാണ്, അക്മലാണ്, അതേ സന്ദർഭത്തിൽ അഹ്സനാണ്. അതുകൊണ്ട് തന്നെ കമാലു ഇത്തിബാഅ് വഹാദ യൂജിബു ലികമാലി ഇത്തിബാഇഹി ആ ഖുർആനിനെ ഇത്തിബാഅ് ചെയ്യേണ്ടത് പൂർണ്ണാർത്ഥത്തിൽ പിന്തുടരണം. വഹാദ ഇപ്പറഞ്ഞത് പറഞ്ഞാൽ ഈ വസ്ഫ് ഏതാണ്? വസ്ഫ് ഇഹ്തബ അലൽ ഉലൂമിൽ അലാ ഉലൂമിൽ അവ്വലീന വൽ ആഖിരീൻ ഹവാ മിനൽ ഫസാഹത്തി അക്മലഹ വമിനൽ അൽഫാദി അജ്സലഹ വമിനൽ മആനി അമ്മഹ വഹ്സനഹ എന്ന് പറയുന്ന ഈ വസ്ഫ്, ഹാദ എന്ന് പറയുന്ന അതാണ് ഈ വസ്ഫ്. ഹാദ എന്നുള്ളത് വസ്ഫാണ്. മൂജിബുൻ അത് നിർബന്ധിക്കുന്നു, അത് അനിവാര്യമാക്കി തീർക്കുന്നു. ലികമാലി ഇത്തിബാഇഹി ഖുർആനിനെ ഇത്തിബാഴ് ചെയ്യേണ്ടത് എങ്ങനെ ഇത്തിബാഴ് ചെയ്യണം? തോന്നിമാരി പൗതി അല്ല, പൂർണ്ണമായി ഇത്തിബാഴ് ചെയ്യണം. വസുറാത്തിൽ ഇൻഖിയാദി ലഹ് അതിന് നമ്മൾ കീഴ്പ്പെടുന്നത് വളരെ പെട്ടെന്ന്, സംശയിച്ച് വേണോ വേണ്ടേ അല്ല. ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷിപ്രം, പെട്ടെന്ന്, അത് റാപ്പിഡായിട്ട് തന്നെ അതിന് നമ്മൾ കീഴ്പ്പെട്ടോളണം. ഇൻഖിയാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിഷനാണ്. ഖുർആന് കീഴ്പ്പെടണം. ലഹു എന്ന് പറഞ്ഞാൽ ലിൽ ഖുർആൻ. ഏത് ആ ബ്രാക്കറ്റില് മൂപ്പര എഴുതിയത് കയ്യെഴുത്ത് പ്രതിയാണ്. അതില് ഒരു പ്രതിയിൽ ഈ സുറാത്ത് കാണുന്നുണ്ട്, ചിലതിൽ അതില്ല. ഇതാണ് അതിന്റെ അർത്ഥം. അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിന് മൂപ്പര് എഴുതിയതിന് ഒന്നിലധികം പ്രതികളുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞെടുത്തപ്പോ അല്ലെങ്കിൽ നാസിഖീങ്ങളുടെ അടുക്കൽ ഒരുപക്ഷെ പോയതായിരിക്കും, അല്ലെങ്കിൽ ഇല്ലതായിരിക്കും, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. സുറാത്തുൽ ഇൻഖിയാദി ലഹു അപ്പൊ ഖുർആനിന് ഒരാൾ കീഴ്പ്പെടുക എന്നുള്ളത് അത് കിട്ടുമ്പോൾ തന്നെ അതിനെ എടുത്തോളണം. അത് വേണോ വേണ്ടേ എന്ന് സംശയിച്ച് നിന്നാൽ സത്യത്തിന്റെ കാര്യത്തിൽ സംശയിക്കാൻ പാടില്ല. സത്യത്തിന്റെ വിഷയത്തില് മുസാറാത്ത് നിർബന്ധമാണ്. സാരിയു എന്ന് ഖുർആൻ പറഞ്ഞത് ഏതിന്റെ കാര്യമാണ്? ഈ സത്യം സ്വീകരിക്കുന്ന കാര്യത്തിലാണ്. അതിൽ നിങ്ങൾ അമാന്തിച്ച് നിന്നാൽ, സംശയിച്ച് നിന്നാൽ അവസാനം എന്താവും? അത് നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. സത്യം വന്നു നോക്കും, ഇയാൾ എന്നെ സ്വീകരിക്കണ്ടോ, ഒറ്റപ്പിടുത്തം പിടിച്ചോ, അതവിടെ നിൽക്കും. അല്ലെങ്കിൽ സംശയിച്ച് നിന്നാൽ മൂപ്പര് അവിടുന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് സൂറത്തുൽ ഇൻഖിയാദി ലഹു വശുക്രില്ലാഹി അലൽ മിന്നത്തി ബിഹി. ശുക്രി എന്ന് വായിക്കാൻ കാരണം വലി ശുക്രില്ല ലി കമാലി, ആ കമാലുമ്പലേക്കാണ്. കമാലി ഇത്തിബാഇഹി, കമാലി ശുക്രില്ല, ആ ഇത്തിബാഴുമലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? ഇത്തിബാഴിന് ജറ് കിട്ടാൻ കാരണം കമാല് മുദാഫാണ്, ഇത്തിബാഴ് മുദാഫിൻ ഇലൈഹിയാണ്. ആ മുദാഫിൻ ഇലൈഹി ആയിട്ടുള്ള ഇത്തിബാഴിന് എന്തുണ്ടോ അത് തന്നെ എതിര് വേണം, അത്ഫി ഇനീനൊക്കെ കൊടുക്കണം. വസുറാത്തി വശുക്രില്ല അലൽ മിന്നത്തി ബിഹി, അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കണം. അലൽ മിന്നത്തി ബിഹി, എന്തിന്റെ പേരിലാണ് നന്ദി കാണിക്കണത്? ഇങ്ങനെയുള്ളതായ ഒരു മിന്നത്ത്, അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നതിന്റെ പേരിൽ. അപ്പൊ ഖുർആൻ മജീദ എന്ന് പറയുമ്പോ മജിദിന്റെ അർത്ഥം ആദ്യം അതിനൊരു ഡെഫിനേഷൻ കൊടുത്തു, പിന്നെ മജിദിന്റെ അർത്ഥം കൊടുത്തു. അതുകൊണ്ട് ഖുർആൻ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുന്നിൽ ഉണർത്തുന്ന നൈതികമായ ധർമ്മശാസ്ത്രപരമായ പാഠം എന്തെന്ന് ചോദിച്ചാൽ അതാണ് പറഞ്ഞത്. യൂജിബു കമാല ഇത്തിബാഇഹി വയൂജിബു സുർഅത്തൽ ഇൻഖിയാദി ലഹു വയൂജിബു ശുക്റല്ലാഹി അലൽ മിന്നത്തി ബിഹി. ശരിയായില്ലേ? അപ്പൊ ആ ഭാഷ തെറ്റിയിട്ട് വഹാദ
വഹാദൽ വസ്ഫ്, ഏത് ആ വസ്ഫ്, ഏത് ഈ വസ്ഫ് എന്ന് പറഞ്ഞാൽ ഇഹ്തവ അലാ ഉലൂമിൽ അവ്വലീന വൽ ആഖിരീൻ. അതുപോലെ തന്നെ അൽ ഹവാമിൻ അൽ ഫസാഹത്തി അക്മലഹ വൽ അൽഫാദ് അജ്സലഹ വൽ മആനി അമ്മ വഹ്സനഹ എന്ന് പറഞ്ഞ ഈ വസ്ഫ് യൂജിബു വഹാദാ മൂജിബുൻ ഹാദാ യൂജിബു എന്ത് കമാല ഇത്തിബാഇഹി. ഖുർആനെ നമ്മൾ ഇത്തിബാഴ് ചെയ്യുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഇത്തിബാഴ് ചെയ്യണം. ഖുർആന് നമ്മൾ വഴങ്ങുക അല്ലെങ്കിൽ കീഴ്പ്പെടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീഴ്പ്പെടണം. അതുപോലെ തന്നെ അത് നിർബന്ധിക്കുന്നു ശുക്രില്ലാഹി അലൽ മിന്നത്തി ബിഹി, അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. ശുക്ർ കാണിക്കണം എന്തിന്റെ പേരിലാണ്? ഇങ്ങനെയുള്ള ഒരു ഖുർആൻ എന്ന മിന്നത്ത് അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നതിന്റെ പേര്. അപ്പൊ അത് ക്ലിയർ ആണ്. ഒരായത്തിന്റെ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.